പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ദൃഢമായി മുന്നോട്ടു പോവുകയാണ്. റഷ്യയുമായി സഹകരിച്ച് മുന്നോട്ടു പോകാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തെ അഭിനന്ദിച്ച് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ രംഗത്ത് വന്നു. ഭീഷണികളെയും സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചുള്ള ഇന്ത്യയുടെ ഈ നിലപാട് ആഗോള കാര്യങ്ങളിൽ ഇന്ത്യക്കുള്ള തന്ത്രപരമായ സ്വയംഭരണത്തിന്റെ വ്യക്തമായ സൂചനയാണെന്നാണ് റഷ്യ വ്യക്തമാക്കിയത്. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കാലങ്ങളായി നിലനിൽക്കുന്ന സൗഹൃദത്തിലും പരസ്പര വിശ്വാസത്തിലും അധിഷ്ഠിതമാണ്. ഈ സൗഹൃദം വെറും വാക്കായി ഒതുങ്ങുന്നതല്ല. ഇരു രാജ്യങ്ങളുടെയും പരമാധികാരത്തെയും ദേശീയ താല്പര്യങ്ങളെയും ഇത് ഉയർത്തിപ്പിടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ബന്ധം വളരെ വിശ്വസ്തവും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള തുല്യവുമാണ്. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അഭിപ്രായത്തിൽ ഈ ബന്ധം തകർക്കുവാൻ ആർക്കും സാധ്യമല്ല. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സഹകരണം ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതുമല്ല. ബഹിരാകാശ ഗവേഷണം, ആണവോർജ്ജം, സിവിലിയൻ സൈനിക പങ്കാളിത്തം തുടങ്ങിയ തന്ത്രപ്രധാനമായ മേഖലയിൽ ഇരു രാജ്യങ്ങളും സംയുക്ത പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യൻ എണ്ണ പരിവേഷണ പദ്ധതിയിലെ ഇന്ത്യൻ നിക്ഷേപങ്ങളും ഈ പങ്കാളിത്തത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. കൂടാതെ പേയ്മെന്റ് സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനും ദേശീയ കറൻസികളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും പുതിയ ഗതാഗത മാർഗങ്ങൾ രൂപീകരിക്കുന്നതിനും ഇരു രാജ്യങ്ങളും ഇപ്പോൾ സഹകരിക്കുന്നുണ്ട്. ഈ ശ്രമങ്ങൾ നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളോടുള്ള ഒരു പ്രതികരണമായിട്ടല്ല, മറിച്ച് ഭാവിയിലേക്കുള്ള ദീർഘകാല കാഴ്ചപ്പാടോടുള്ള നീക്കങ്ങളായിട്ടാണ് റഷ്യ ഇതിനെ കാണുന്നത്. റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യക്ക് അമേരിക്കയിൽ നിന്നും കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്നതാണ്. റഷ്യയിൽ നിന്നും എണ്ണയും പ്രതിരോധ ഉപകരണങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തേക്ക് വന്നിരുന്നു. ഈ നീക്കം യുക്രൈൻ സംഘർഷത്തിന് പരോക്ഷമായി ഇന്ധനം നൽകുന്നു എന്ന് അമേരിക്ക ആരോപിച്ചു. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക വലിയ താരിഫ് ചുമത്തുകയും ചെയ്തു. ഈ നീക്കത്തെ അന്യായവും നീതീകരിക്കാനാകാത്തതും എന്നും യുക്തിരഹവും എന്നുമാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത്. ഈ പ്രശ്നങ്ങൾ ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ചകൾ സ്തംഭിച്ച പശ്ചാത്തലത്തിലാണ് ഉടലെടുത്തത്. കൃഷി, ക്ഷീരോത്പന്നങ്ങൾ തുടങ്ങിയ പ്രധാനപ്പെട്ട മേഖലകളിൽ ഇളവുകൾ നൽകുവാൻ ഇന്ത്യ തയ്യാറാകാത്തതാണ് ചർച്ചകൾക്ക് തടസ്സമുണ്ടാക്കിയത്. എന്നിരുന്നാലും ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ഇരു രാജ്യങ്ങൾക്കും പരസ്പരമുള്ള വിശ്വാസവും ആത്മബന്ധവും എത്രത്തോളമുണ്ടെന്ന് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. ലോകത്തിലെ ഏറ്റവും വിശ്വസ്തമായ നയതന്ത്ര ബന്ധങ്ങളിൽ ഒന്നായി ഇന്ത്യ റഷ്യ സൗഹൃദം ഇനിയും മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം.